സോറി, റിയലി സോറി. ആ അല്ല, ഞാൻ ഇത് ഇവരിങ്ങനെ എന്നെ ഇത് ലൈവ് ചെയ്യാൻ സമ്മതിക്കാത്ത ലെവലില് എല്ലാം ഇത് വിട്ടിട്ട് ഞാൻ വന്ന് ഇതാക്കിയാ പറഞ്ഞ കേട്ടോ. ഞാൻ കണ്ണീര് തുടച്ചിട്ട് പറഞ്ഞേറെ. ആ ഇല്ല, ഓക്കെ, ഞങ്ങക്ക് തോന്നിയതാ ഞങ്ങക്ക് പെട്ടെന്ന് അങ്ങനെ തോന്നി. സോറി, മൈ ബാഡ്. എനിവേസ്, അപ്പം നോ ഹാർഡ് ഫീലിങ്സ്. ഓക്കെ, അല്ല അങ്ങനെ പറഞ്ഞ സോറിന്റെ വേറൊരു വാക്കാണ്. സോറി പറഞ്ഞത്. അല്ല, ഇങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ. പാതിരാത്രി 1 മണിക്ക് ഒരു പെണ്ണിനെ വിളിച്ചിട്ട് പ്രപ്പോസ് ചെയ്യാന്ന് പറഞ്ഞ ഒരു മോശം കാര്യമല്ല. അതുകൊണ്ടൊരു സോറി പറഞ്ഞ. ആരാ വന്നേ? പിള്ളേരാ? കൊറേ ആൾക്കാർ സൗണ്ട് വെക്കുന്ന. ആ ഡോർ എടുക്കുന്ന സൗണ്ട് ഇങ്ങോട്ട് വരും. അപ്പം ഇതെന്താ? അല്ല, ചാറ്റ് പറയുന്നത് ഇത് ഞാൻ പറയുന്നില്ല. ചാറ്റ് വന്ന് ഷീ ലവ്സ് യു എന്ന് പറഞ്ഞാണ് ചാറ്റ് സ്പാം ചെയ്യുന്നത്. എന്താണ്? ഇല്ലല്ലോ. ഉണ്ടോ? ഇല്ലല്ലോ, അങ്ങനെയൊന്നും ഇല്ലല്ലോ. അങ്ങനെയല്ല, ഞാൻ മറ്റൊന്നുമില്ല പറയാൻ പറ്റില്ല. ആർക്കും എന്തും സംഭവിക്കാൻ ഈ ലോകത്ത്. കാക്ക വരെ മലർന്ന് മറക്കുമല്ലോ. ആണ് അതാ അതുകൊണ്ടാണോ? അല്ലെങ്കിൽ പിന്നെ ആ, അപ്പൊ നിനക്ക് എങ്ങനത്തെ ആളെ ഇഷ്ടം? ആരെയും കിട്ടിയാ മതിയാ? കണ്ട ഷമീറന്മാരെല്ലാം കിട്ടിയാ മതിയോ? എക്സ്ട്രോവേർട്ടിനെ ഇഷ്ടം? ഞാൻ രണ്ടിന്റെ അടിയിലല്ലേ? ആംബിവേർട്ടാണോ? ആംബിവേർട്ട് ഓക്കെ ആണോ നിനക്ക്? എനിക്ക് ആംബിവേർട്ട് ഓക്കെ ആണോ? അല്ല ആണോ ഇല്ലയോ ഞാൻ ചോദിക്കുന്ന. ഇവനുമായിട്ട് ബന്ധമൊന്നുമില്ല. ആംബിവേർട്ട് നിനക്ക് ഓക്കെ ആണോ? ആണ് ആണോ? ആ തീരെ ആംബിവേർട്ട് എന്ന് പറഞ്ഞാൽ തീരെ ഇൻട്രോവേർട്ട് അല്ല. അപ്പൊ ആണോ ഇല്ലയോ? ആണോ? അതാരാ? അടുത്താരാ? എട്ടുകാലി. ഒരു എട്ടുകാലി ഉണ്ട്. ഞാനാ? അല്ല. ആ അപ്പോ എന്താന്ന് പേടിച്ചിട്ട് മറന്നുപോയി. നിന്റെ പേരെന്താ? അല്ല, എന്താ ചോദിക്കണ്ടേ ഞാന്? നമ്മളിവിടെ ഒരു കൂട്ടം ഇൻട്രോവേർട്സ് ആണ് സംഭവം. ബേസിക്കലി ആ സംഭവം. ഞാനും വെറുതെ എക്സ്ട്രോവേർട്ട് ആയിട്ട് അഭിനയിക്കുന്നത്. ഞാൻ ശരിക്കും ഒരു ഇൻട്രോവേർട്ട് ആണ്. നിനക്ക് അങ്ങനെ തോന്നിയിട്ടില്ല? അതെന്താ? അതെന്താ നിനക്ക് അറിയാന്ന് പറഞ്ഞ ഞാൻ ഇൻട്രോവേർട്ട് അറിയാന്ന് പറഞ്ഞ അതിന് എന്താ എന്തെങ്കിലും കാരണം ഉണ്ടോ? അങ്ങനെ തോന്നാൻ കാരണം? അതെ ഞാൻ സൈലന്റാ. റിയൽ ലൈഫിൽ ഞാൻ സൈലന്റാ. അപ്പൊ ആംബിവേർട്ട് ഓക്കെ അല്ലേ? ആംബിവേർട്ട് ഓക്കെ അല്ലേ? നമുക്ക് ഉറപ്പിച്ചോടെ? 1ാം തരം, 2 തരം, 3 തരം ഓക്കെ ആണ്? ഓക്കെ ആണ്? ഓക്കെ ആണ്. അപ്പം അല്ല അങ്ങനെയല്ല. ഞാൻ ഇങ്ങനെ നമുക്ക് സംസാരിക്കാമല്ലോ. നമ്മള് ഫ്രണ്ട്സ് ആണല്ലോ അല്ലെ? അപ്പം നമുക്ക് ഇങ്ങനത്തെ ഈ സങ്കല്പങ്ങളെല്ലാം ഷെയർ ചെയ്യാലോ അല്ലെ? എന്തായാലും നിനക്ക് കല്യാണം കഴിക്കാൻ പ്രായമായി, എനിക്ക് കല്യാണം കഴിക്കാൻ പ്രായമായി. അപ്പൊ നമ്മൾ അങ്ങോട്ടോട്ട് സംസാരിക്കുന്നു, അത്രേ ഉള്ളൂ. അല്ല അങ്ങനല്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത് വേറൊന്നും വിചാരിക്കുന്നത്, ഞാൻ ചോദിക്കുന്നത് അപ്പം ഒരു ആംബിവേർട്ട് ആയിട്ടുള്ള വേറെന്താ നിന്റെ സങ്കല്പം ഒരു കല്യാണം കഴിക്കാൻ പോകുന്ന ആളെ കുറിച്ചുള്ള? ജസ്റ്റ് ഷെയർ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ. സങ്കല്പം ഒരു ടൈമിൽ 2-3 പേരെ നോക്കാൻ പാടില്ല. ഞാൻ ചോദിക്കുന്നത് സിറ്റുവേഷൻഷിപ്പിന്റെ കാര്യമല്ല, കല്യാണം കഴിക്കാൻ പോകുന്ന ആളെ കുറിച്ചുള്ള കല്യാണം കഴിച്ചാ പിന്നെ വേറെ ആളെ നോക്കൂലല്ലോ. ഈ അതൊന്ന് പിന്നെ വേറെ പിന്നെ സാധാ എല്ലാരും പറയണ പോലെ
അങ്ങനത്തെ ഒക്കെ കുറച്ച് കാര്യങ്ങൾ അത്രേ ഉള്ളൂ എല്ലാം. ആ അപ്പൊ ലോയാലിറ്റി ആണ് നിന്റെ ഏറ്റവും മെയിൻ. നിയാദിന് ഏറ്റവും കൂടുതലുള്ളത് ലോയാലിറ്റിയാണ്. നിയാദിന് ഏറ്റവും കൂടുതൽ ലോയാലിറ്റിയും പിന്നെ ഈ പറഞ്ഞ ഫസ്റ്റ് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഞാൻ മറന്നുപോയി, അതുമാണ് ഇൻവേർട്ടർ എന്ന് പറഞ്ഞ ഗോദ്രേജിന്റെ ഇൻവേർട്ടർ രണ്ടെണ്ണം ഉണ്ടാ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ അല്ലെ. ഞാൻ ജസ്റ്റ് അറിഞ്ഞു നോക്കുന്നേ ഉള്ളൂ. പിന്നെ ഹൈറ്റ് വേണം. ഹൈറ്റ് ഞാൻ പറയട്ടെ, എന്റെ സങ്കല്പത്തില് എക്സ്ട്രോട്ട് മാത്രല്ല ഇൻട്രോട്ട് മാത്രല്ല കേട്ടോ. എക്സ്ട്രോട്സിനും കുഴപ്പമൊന്നുമില്ല, എക്സ്ട്രോട്സും നല്ലതാ. ഞാൻ പിന്നെ പെട്ടെന്ന് ആ സമയത്ത് നീ എന്നോട് ചോദിച്ചപ്പോ എനിക്ക് തോന്നിയത് അതാണ് ഇൻട്രോട്സ് എന്നുള്ള ഒരു ഇതായിരുന്നു. അങ്ങനെയൊന്നുമില്ല, എനിക്ക് ഓരോ സമയത്ത് ഓരോ മൈൻഡാവും, ഇങ്ങനെ മാറി മാറി കളിക്കും. അപ്പൊ എക്സ്ട്രോട്ടും കുഴപ്പമൊന്നുമില്ല. ഹൈറ്റ് ഉള്ള ആളെയാണോ ഇഷ്ടം, ഹൈറ്റ് ഇല്ലാത്ത ആളെയാണോ ഇഷ്ടം? അപ്പൊ ഈ പക്രൂന ഇഷ്ടമല്ല അല്ല? പക്രു ഞാൻ പറഞ്ഞ അത്ഭുത ദ്വീപിൽ അഭിനയിക്കുന്ന നീ മണ്ടിച്ചല്ലേ. ഞാൻ നിനക്കിട്ട് പണി വെക്കും, പണി ചെയ്യും. എന്നാ ഓക്കെ. അല്ല എന്താണ് അപ്പൊ ഓക്കെ മേറെ, ഞാൻ ജസ്റ്റ് ഈ ഒരു സെൻസസ് എടുക്കാൻ വേണ്ടി വന്നതാണ്. സെൻസസ് പെൺകുട്ടികളെല്ലാം സെൻസസ് ഒന്നും എടുത്തു. ഭാരത സർക്കാർ സെൻസസ് ഒന്നല്ല മേറെ, ഞാനുള്ള കാര്യം പൊതു താല്പര്യാർത്ഥം കേരള സർക്കാർ പുറപ്പെടുവിക്കുന്നത്. ബൈ, സീ യു. ബൈ ബൈ. ബുദ്ധിമുട്ടുണ്ടായില്ലല്ലോ വിളിക്കുന്നേ? അല്ല ചോദിച്ച. അപ്പൊ ഇങ്ങനെ ഇടക്കിടക്ക് അല്ല എന്നോട് ഇടക്കിടക്കിന് ആൾക്കാർ വിളിക്കാൻ പറയും. ഇന്ന് ഞാൻ വിളിച്ചില്ലേ, അപ്പൊ എനിക്കിന്ന് തൊപ്പിനെ വിളിച്ചപ്പോ ഞാൻ തൊപ്പിനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കണ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഓ അപ്പൊ നിങ്ങൾക്ക് അല്ല ഞാൻ ഒരു പ്രാവശ്യം വിളിച്ചില്ല വേറെ. നീ ആരും തൊപ്പി വിളിച്ചില്ലേ എന്ന് പറയുമ്പോ ആൾക്കാർ തെറ്റിദ്ധരിക്കും. നീ എത്ര ദിവസം കൊണ്ട് എന്നെ വിളിച്ചതെന്ന് പറഞ്ഞു കൊടുക്ക. അതിന് മുന്നേ എപ്പോ വിളിച്ചത്? കൊറേ കാലം മുന്നേ. ഇന്ന് എന്തോ ഇതിന് ഇവര് മൂന്നാളും റീൽസ് എടുക്കാൻ പോയപ്പം ആടുന്ന് വിളിച്ചത്. വരുന്ന വെച്ചിട്ട് വിളിച്ചത്. ഒറ്റ പ്രാവശ്യം വിളിച്ചതാണ്. പിന്നെ ആൾക്കാരെ തെറ്റിദ്ധരിക്കും, നമ്മളെപ്പോ വിളിക്കലുണ്ടെന്നല്ല വിചാരിക്കും. അപ്പം എനിവേസ് അപ്പൊ സിയോ ഓക്കെ ബൈ. അപ്പൊ ഇടക്കിടക്ക് വിളിക്കുന്നതിന് കുഴപ്പമില്ല അല്ല, ബുദ്ധിമുട്ടില്ല. അപ്പൊ വിളിക്കാം. ഓക്കെ ഓക്കെ ബൈ. സിയോ. അപ്പൊ ഓക്കെ, ഞാൻ എന്തോ പറയാൻ വന്നതിന് മറന്നുപോയി. ബൈ. ഓക്കെ ശരി.